ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണാറില്ലേ? കാണണം കേട്ടോ. എല്ലാവരും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നാ കേട്ടോ. എൻ്റെ ബാക്കിൽ ആരാ ഇരിക്കണേ നോക്കി. വിസ്മയുടെ ഫ്രണ്ട്സാണ് ഇരിക്കണത്. അപ്പോൾ അവളുടെ റൂമാണിത്. ഞാനപ്പോൾ വിചാരിച്ചു ഒരു ചെറിയ ഗാർഡനിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഗാർഡൻ ഇത്തിരി ക്ലീൻ ചെയ്തിട്ടുണ്ട്. സാധാരണ പുല്ലൊക്കെ പിടിക്കും, ഭയങ്കരമായിട്ട് പുല്ല് പിടിക്കും. ഇവർ ഫസ്റ്റ് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ, ഈ പ്രോപ്പർട്ടി ഹാൻഡ് ഓവർ ചെയ്തപ്പോൾ ലോണൊക്കെ പിടിപ്പിച്ച് തന്നതാണ് കേട്ടോ. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ഈ പുല്ലുകളൊക്കെ, വേണ്ടാത്ത പുല്ലുകളൊക്കെ ഇങ്ങനെ പിടിച്ച് വന്നായിരുന്നു. അപ്പോൾ അതിങ്ങനെ നമ്മൾ മറ്റേ പുല്ല് അവർ പിടിപ്പിച്ച് തന്ന ലോണൊക്കെ പോയായിരുന്നു അന്ന് തന്നെ. പിന്നെ വിചാരിച്ചു അത് കഴിഞ്ഞ് പിന്നെ വാഴ പപ്പായൊക്കെ നട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല നമുക്ക്. അപ്പോൾ ഇപ്പോൾ മണ്ണ് മാത്രമേ ഉള്ളൂ, മണ്ണായിട്ട് തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ നമ്മൾ സമ്മർ വെക്കേഷന് നാട്ടിൽ പോയപ്പോൾ എന്താ പറയുക, നിറച്ച് പുല്ല് പിടിച്ചു. ആരും തന്നെ അത് കളയാനുണ്ടായില്ല. ജോലി ചെയ്യണവരോടൊക്കെ പറഞ്ഞെങ്കിലും ചെടിക്ക് വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്തായിരുന്നു, പക്ഷേ പുല്ലൊന്നും പറിച്ചില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഗാർഡനറോട് പറഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് അയാളും പറഞ്ഞെങ്കിലും കുറച്ച് ലേറ്റായി. കഴിഞ്ഞ സാറ്റർഡേ വന്നിട്ട് ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ ഞാനോർത്ത് എന്തായാലും ക്ലീനായിട്ട് കിടക്കിയത്, അപ്പോൾ നിങ്ങളത് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതുമല്ല, കുറച്ച് റോസാപ്പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വാട്ടർ ലില്ലി, റെയിൻ ലില്ലി എന്നൊക്കെ പറയില്ലേ, കുഞ്ഞു പൂവുണ്ടാവണത്, അത് 2 കളർ. അതിൽ പിങ്ക് കുറേ വിരിഞ്ഞുണ്ട്. ഇന്ന് ഞാൻ രാവിലെ നോക്കുമ്പോൾ നിറയെ വിരിഞ്ഞിരിക്കുന്നു കേട്ടോ. എനിക്ക് തന്നെ ഒരു ഭയങ്കര സന്തോഷമായി അത് കണ്ടപ്പോഴത്തേക്കും. ഒരു കുഞ്ഞു കുഞ്ഞു പൂക്കളല്ലേ, അപ്പോൾ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ ആ സന്തോഷം നിങ്ങളെയും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്ക് ഗാർഡനിലേക്ക് പോവാം കേട്ടോ. വന്നോളൂ കേട്ടോ. ഈ പൂവുണ്ട, ഇതിൻ്റെ വിത്ത് ഇങ്ങനെ പറന്ന് എവിടെയെങ്കിലുമൊക്കെ മുളക്കും കേട്ടോ. ചെടി മുളച്ചിട്ട് പൂവുണ്ടാവും. നല്ല പൂവാണിത്, വയലറ്റ് കളർ. വൈറ്റും ഉണ്ട്, പക്ഷെ അത് വിരിഞ്ഞിട്ടില്ല വൈറ്റ്. ഇതൊക്കെ ഞാൻ ഒടിച്ചു കുത്തിയേക്കേ കൊമ്പുകൾ. വേണ്ട, നാടൻ റോസ വീട്ടിൽ നിന്ന് അമ്മ തന്നു വിട്ടതാ ഒരു കമ്പ്. അതിവിടെ നിറച്ചുണ്ട് നാടൻ റോസ. അതാ എന്താ, എല്ലാത്തിലും വിരിഞ്ഞിട്ടുണ്ട്. ഞാൻ മുട്ടത്തൊണ്ട് പൊടിച്ച്, ഉണക്കി പൊടിച്ച്, മുട്ടത്തൊണ്ടെന്ന് വെച്ചാൽ വേവിച്ചതല്ല മുട്ട കേട്ടോ, പച്ചമുട്ടയുടെ തൊണ്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ച് പൊടിച്ച് ചേർത്ത്. അതേ പിന്നെയാണ് ഇത്രയും പൂ വന്നത് കേട്ടോ. കണ്ടോ, ഇതാ നാടൻ കുഞ്ഞ് റോസയില്ലേ, അതാട്ടോ അമ്മ തന്നു വിട്ടതാണ്. അപ്പോൾ ഒരു കൊമ്പേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, കറ്റാർ വാഴ ഉണ്ടല്ലോ, കറ്റാർ വാഴയുടെ ജെല്ലിൽ ഇതിൻ്റെ റൂട്ട് ഭാഗം മുക്കി വെച്ചിട്ട് മുളപ്പിച്ചു. അപ്പോൾ വേഗം മുളച്ചു കേട്ടോ. വേഗം മുളച്ച് ഇതുപോലെ പൂവുണ്ടായി. എന്താ, ഇനി ഇത് പനിനീർ റോസ. പനിനീർ റോസ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. ഇതൊക്കെ വളം മുട്ടത്തൊണ്ടാണ്. പിന്നെ ഞാൻ സവാളയൊക്കെ നന്നാക്കുമ്പോൾ അതുമൊക്കെ ഇത് കണ്ട, സവാളയുടെ വിത്ത് അല്ല തൊണ്ട്, അതൊക്കെ ചേർക്കും. ഇത് പനിക്കൂർക്കയുടെ ഇതാട്ടോ ചെടി. കണ്ടോ ആ പൂവ്, ഈ ചട്ടിയിലൊക്കെ തന്നെ മുളച്ചതാണ്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നു വിത്താന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല ഇതിനകത്ത് വിത്ത്, പക്ഷേ അതിങ്ങനെ മുളച്ച് വന്നുണ്ട്. ഇത് ചേന ഞാൻ മേടിച്ച ചേനയുടെ ഒരു പീസ് നട്ട് നോക്കിയതാട്ടോ, മുളച്ചിട്ടുണ്ട്. അടിയിലുണ്ടായിരിക്കും. പിന്നെ ദാ പാവയ്ക്ക പടന്ന് കയറിയിട്ടുണ്ട്. ഇത് കോവയ്ക്ക ഏതാ വെച്ചാൽ ഇത് നമ്മുടെ എടപ്പള്ളിയിൽ നിന്ന് ചിറ്റ തന്നു വിട്ടതാട്ടോ. കോവയ്ക്ക ഉണ്ടായിട്ടുണ്ട്, ഒരു 3-4 മൂത്തത് ഉണ്ടായിട്ട് ഞാനേ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 എണ്ണമൊക്കെ വെച്ച് എങ്ങനെ തോരൻ ഉണ്ടാക്കാനാണ്. അപ്പോൾ കുറച്ചുകൂടിയൊക്കെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആയിക്കഴിയുമ്പോൾ ഒരുമിച്ച് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ച്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, കൊമ്പൊടിച്ചു കൊണ്ടതാണ്, പക്ഷേ അത് പിടിച്ചു, പൂവുണ്ടായി. ഇത് കഴിഞ്ഞ ആഴ്ച ഗാർഡനിൽ പോയപ്പോൾ മേടിച്ചതാണ്. എന്താ നല്ല റെഡ് കളറ്. ഇതിൻ്റെ പേരെന്തെന്നാന്നാവും, പേരൊന്നും അറിയില്ല. ഇതൊക്കെ നാട്ടിൽ നിന്ന് ഓരോ കൊമ്പൊക്കെ കൊണ്ടുവന്ന് നട്ടേക്കുക കേട്ടോ.
ഇതാ ചിറ്റ എനിക്ക് തന്നു വിട്ടതാണ്. എന്താ കുതിരയുടെ മുഖം പോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ ചിറ്റ തന്നത്. ചേമ്പ് ഇല വന്നിട്ടുണ്ട്, ഇവിടെ നട്ട് കഴിഞ്ഞ പിന്നെ ഇല വന്നിട്ടുണ്ട്. ഉണ്ടാ ഇത് വാത്സം, ഇത് സാധാരണ നാടൻ വാത്സമില്ലേ, എവിടെന്നോ വിത്ത് കിട്ടിയത് എനിക്ക്, ഞാൻ നട്ടു. ഇപ്പം പൂ തന്നെ ഉണ്ട്. ഇതാണ് നമ്മുടെ ലില്ലിപ്പൂ. എന്താ വൈറ്റ് കുറവാണ് വിരിയല്, പക്ഷേ ഇതാ നോക്ക്, അടിപൊളി റോസ് പിങ്ക് കളറ് നിറയെ വരുന്നുണ്ട്. എന്താ നല്ല ഭംഗിയല്ലേ ഇത്. മുട്ടുണ്ട് ഇനി. അത് എനിക്ക് തോന്നുന്നു മഴ വരുമ്പോൾ അതിന് എന്തെന്നാ റെയിനി ലില്ലി എന്നും പറയും, വാട്ടർ ലില്ലി എന്നും പറയും. ഉണ്ടാ നല്ല സുന്ദരികളായിട്ട് വിരിഞ്ഞേക്കുന്നുണ്ടാ, പിങ്ക് കളറ്. അത് ഒരുമിച്ച് വിരിഞ്ഞേക്കുക. വൈറ്റ് അത്ര അങ്ങോട്ട് വിരിയില്ല കേട്ടോ, വൈറ്റ് 1, 2, 3 ഒക്കെ എങ്ങനെ വിരിയുള്ളൂ. ഇനി ഞാൻ പോത്തോസ് ചെറിയ ചട്ടിയിലൊക്കെ മുളപ്പിച്ചേക്കുക. ഇതാണ് എൻ്റെ ഗാർഡൻ. ചെറുതാണെങ്കിലും ഞാൻ അത്യാവശ്യം ചെടിയൊക്കെ ഇങ്ങനെ നട്ടുണ്ട്, ഇങ്ങനെ തൂക്കിയിടണത്. ഇല്ല ഇവിടെ ഇങ്ങനെ പുല്ല് വരും, പുല്ല് തന്നെ കാരണം ഗാർഡനറെ കൊണ്ട് ഞാൻ പുല്ലൊക്കെ ചെത്തി ആക്കിയിട്ടുണ്ട്. എന്നതാ ഇത് വഴുതനയാന്ന് തോന്നുന്നു, മുളച്ച് വന്നിട്ടുണ്ട്. നമ്മളതിങ്ങനെ വെട്ടാണ്ട് നിർത്തിയിട്ടുണ്ട്, പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. വഴുതനയാന്ന് തോന്നുന്നു. മുളക് ഇതൊക്കെ വിത്ത് പാകിയതാട്ടോ, വിത്ത് പാകി മുളപ്പിച്ചതാ. എല്ലാം കായുണ്ടാവും വേഗം. ഈ ചെടി ഇരിക്കുന്നുണ്ടോ, ഇത് ഗാർഡനർ അവിടെ മുകളിലിരുന്നിട്ട് അവിടെ നിന്ന് എടുത്ത് ഇവിടെ താഴെ വെച്ചേക്കുക. അത് തിരിച്ച് വെക്കാൻ മറന്നു ഇയാൾ. അതിൻ്റെ അടിയിൽ ക്ലീൻ ചെയ്തപ്പോൾ, അവിടെ അടിഭാഗമൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ എടുത്ത് വെച്ചതാണ്. പിന്നെ അത് എടുത്ത് വെച്ചിട്ടില്ല. ഇതാണ് എൻ്റെ ഗാർഡൻ. അടിപൊളി ഗാർഡനല്ലേ. കാറ്റാട്ടാ, ഭയങ്കര കാറ്റാണ് ഇപ്പോൾ, മഴക്കാറും ഉണ്ട്. ഞാനിങ്ങനെ നെറ്റ് ഇട്ടേക്കാണ്, ഈ നെറ്റിൽ കൂടി കയറ്റി വിടും പാവൽ കോവൽ ഒക്കെ. ഇനിയിപ്പോൾ ഇവിടെ ഫാഷൻ ഫ്രൂട്ട്, നമ്മുടെ ദിവ്യ തന്നതാണ് ഫാഷൻ ഫ്രൂട്ട്, അത് ഞാൻ കയറ്റി വിട്ടുന്നുണ്ട്. അറിയില്ല ഉണ്ടാവുമെന്ന്, കായ ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗാർഡൻ. ചെറിയ ഗാർഡനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണും എൻ്റെ ഗാർഡൻ എന്ന് വിചാരിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ഇത് രാത്രിത്തെ വ്യൂ ആട്ടോ. രാത്രി ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഈ പൂക്കളൊക്കെ ഉറങ്ങി നിൽക്കണ പോലെയുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ ഞാൻ ഒന്നുകൂടി ഷൂട്ട് ചെയ്താട്ടോ.